പ്രമുഖ എഴുത്തുകാരൻ ടി പത്മനാഭൻ എലപ്പുള്ളിയിൽ നടത്തിയ പ്രസംഗം കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുന്നു. ഒരു സർക്കാരിന്റെ പുതിയ ഉത്തരവിനെ ശക്തമായ ഭാഷയിൽ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ജനശ്രദ്ധ നേടി. മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പിന്റെ ഉത്തരവിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സംസ്ഥാന സർക്കാർ ഓഫീസുകളിൽ പരാതികൾക്കും അപേക്ഷകൾക്കും മറുപടി നൽകുമ്പോൾ മന്ത്രിമാരെ ബഹു എന്ന് അഭിസംബോധന ചെയ്യണമെന്ന പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പിന്റെ ഉത്തരവാണ് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ. സാധാരണയായി ഔദ്യോഗിക കത്തിടപാടുകളിൽ ഉപയോഗിക്കുന്ന ഈ പദം ഒരു ഉത്തരവിലൂടെ നിർബന്ധമാക്കിയത് ഒരു വിഭാഗം ആളുകളെ ചൊടിപ്പിച്ചു. ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ചിലർ ആരോപിച്ചു. ടി പത്മനാഭന്റെ പ്രസംഗം ഈ വിഷയത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തി. അദ്ദേഹം പറഞ്ഞു, മന്ത്രിയെ ബഹു ചേർത്ത് വിളിച്ചില്ലെങ്കിൽ പോലീസ് പിടിക്കും, പോലീസ് പിടിച്ചാൽ മർദ്ദിക്കും, അതുകൊണ്ട് ബഹുമാനമില്ലെങ്കിലും മന്ത്രിയെ ബഹു ചേർത്ത് വിളിക്കുന്നു. ഈ പ്രസ്താവന സർക്കാരിന്റെ അധികാര പ്രയോഗത്തിനെതിരെയുള്ള ഒരു ശക്തമായ വിമർശനമായി വ്യാഖ്യാനിക്കപ്പെട്ടു. തന്റെ വിമർശനത്തിന് മൂർച്ച കൂട്ടാൻ പത്മനാഭൻ അതിശയോക്തി കലർന്ന വാക്കുകളും ഉപയോഗിച്ചു. ജയിലിൽ പോയാൽ പോലീസുകാരുടെ ഒറ്റയടിക്ക് ചത്തുപോകുമെന്ന് അദ്ദേഹം പറഞ്ഞത് ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഒരു പൗരന് ഭരണാധികാരിയെ ചോദ്യം ചെയ്യാനും വിമർശിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെയാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ടി പത്മനാഭൻ ഈ പ്രസ്താവനകൾ നടത്തിയത് എലപ്പുള്ളിയിലെ ഒരു ബ്രൂവറിയുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിനിടെയായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഒരു കമ്പനിക്ക് കേരളത്തിൽ ബ്രൂവറി സ്ഥാപിക്കാൻ അനുമതി നൽകിയത് അദ്ദേഹം ചോദ്യം ചെയ്തു. ഇത് പരിസ്ഥിതിപരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ബ്രൂവറി സ്ഥാപിച്ചാൽ മറ്റ് ആവശ്യങ്ങൾക്കായി വെള്ളം കിട്ടാതെ വരും, മറ്റേ കുടിക്ക് വെള്ളം കിട്ടുമെങ്കിലും മനുഷ്യന് കുടിക്കാൻ വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞത് സർക്കാരിന്റെ മദ്യ നയത്തോടുള്ള അദ്ദേഹത്തിന്റെ അതൃപ്തിയാണ് സൂചിപ്പിക്കുന്നത്. സാഹിത്യകാരന്മാർ സമൂഹത്തിന് മനസ്സാക്ഷിയാണെന്ന് പറയാറുണ്ട്. ടി പത്മനാഭനെ പോലെയുള്ള ഒരു പ്രമുഖ എഴുത്തുകാരൻ ഇത്തരമൊരു വിഷയത്തിൽ പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന്റെ സാമൂഹിക ഉത്തരവാദിത്തത്തെയാണ് കാണിക്കുന്നത്. സാധാരണക്കാർക്ക് ഭരണാധികാരികളോട് നേരിട്ട് പറയാൻ ഭയമുള്ള കാര്യങ്ങൾ അദ്ദേഹം ധൈര്യസമേതം തുറന്നു പറഞ്ഞു. ഈ വിഷയത്തിൽ സർക്കാർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഔദ്യോഗിക കത്തിടപാടുകളിൽ ബഹുമാനപ്പെട്ട എന്ന് ചേർക്കുന്നത് ഒരു സാധാരണ നടപടി മാത്രമാണെന്നും അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും സർക്കാർ അനുകൂലികൾ വാദിക്കുന്നു. ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ പാലിക്കേണ്ട ഒരു മര്യാദയാണെന്നും അവർ പറയുന്നു. ബഹുമാനപ്പെട്ട എന്ന വാക്ക് വെറും ഒരു പദമല്ല, മറിച്ച് ഒരു വ്യക്തിയോടുള്ള ആദരവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന വ്യക്തിക്ക് ആ പദവിക്ക് അർഹമായ ബഹുമാനം നൽകുന്നത് ജനാധിപത്യ മര്യാദയാണ്. എന്നാൽ ബഹുമാനം ഹൃദയത്തിൽ നിന്ന് വരേണ്ട ഒന്നാണ്. അത് നിയമം വഴി നിർബന്ധമാക്കാൻ കഴിയില്ല. ടി പത്മനാഭന്റെ പ്രസ്താവനകൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് സർക്കാരിനെതിരെ ആണടിക്കാൻ ഒരു പുതിയ ആയുധം നൽകി. സർക്കാരിന്റെ ധാർഷ്ട്യത്തെയാണ് ഈ ഉത്തരവ് സൂചിപ്പിക്കുന്നതെന്ന് അവർ ആരോപിച്ചു. ഒരു എഴുത്തുകാരൻ പോലും ഭയത്തോടെ സംസാരിക്കേണ്ട അവസ്ഥയാണോ കേരളത്തിൽ ഉള്ളതെന്ന് അവർ ചോദ്യം ചെയ്തു. ഈ സംഭവത്തെ ഒരു ചെറിയ വിഷയമായി മാത്രം കാണാൻ കഴിയില്ല. ഒരു പൗരൻ തന്റെ ഭരണാധികാരികളെ ഭയപ്പെടേണ്ടി വരുന്ന സാഹചര്യം ജനാധിപത്യത്തിന് നല്ലതല്ല. ഇത് ഭരണകൂട ഭീകരതയുടെ ഒരു ചെറിയ സൂചനയായി ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ടി പത്മനാഭന്റെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു. അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തി. ഭയമില്ലാതെ സത്യം വിളിച്ചു പറഞ്ഞതിന് അദ്ദേഹത്തെ അഭിനന്ദിച്ച് നിരവധി പേർ പോസ്റ്റ് ചെയ്തു. അതേസമയം ഇത് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് ചിലർ ആരോപിച്ചു. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഒരു മന്ത്രിയെ വിമർശിക്കാനും ബഹുമാനം നൽകാതിരിക്കാനും ഒരു പൗരന് അവകാശമുണ്ട്. ഈ ഉത്തരവ് ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനമാണോ എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട്. നിയമവിദഗ്ധർ ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചത്. ഒരു ഔദ്യോഗിക ഉത്തരവ് എന്ന നിലയിൽ ഇത് പാലിക്കാൻ ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുണ്ടെന്നും എന്നാൽ ഇത് സാധാരണ പൗരന്മാർക്ക് നിർബന്ധമല്ലെന്നും ചിലർ അഭിപ്രായപ്പെട്ടു. ഭരണാധികാരികളെ ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സമൂഹത്തിൽ ജനാധിപത്യത്തിന് സ്ഥാനമില്ല. പത്മനാഭനെ പോലെയുള്ളവർ ഭയമില്ലാതെ സംസാരിക്കുമ്പോൾ അത് സമൂഹത്തിന് ധൈര്യം നൽകുന്നു. ഭയം കൂടാതെ ജീവിക്കാനുള്ള അവകാശം ഓരോ പൗരന്റെയും മൗലിക അവകാശമാണ്. ഒരു ബ്രൂവറിക്ക് വേണ്ടി ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വന്നത് സർക്കാരിന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങളും ജനങ്ങളുടെ ആശങ്കകളും പരിഗണിക്കാതെ ഒരു കമ്പനിയെ സഹായിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ പ്രതിഷേധം ഒരു അവകാശമാണ്. ടി പത്മനാഭന്റെ വാക്കുകൾ ഈ പ്രതിഷേധ ഭാഗമായി കാണാം. അദ്ദേഹത്തിന്റെ പ്രതിഷേധം ഒരു ബ്രൂവറിക്ക് വേണ്ടിയതായിരുന്നില്ല, മറിച്ച് ഒരു ഭരണകൂടത്തിന്റെ നിലപാടുകൾക്കെതിരെയായിരുന്നു. ബഹുമാനം നിയമത്തിലൂടെ സൃഷ്ടിക്കാൻ കഴിയില്ല. അതൊരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളിലൂടെയും സ്വഭാവത്തിലൂടെയും നേടേണ്ട ഒന്നാണ്. ഒരു ഭരണാധികാരി ജനങ്ങളെ സേവിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായി ബഹുമാനം ലഭിക്കും. ഈ ഉത്തരവിനെ കുറിച്ച് സർക്കാരിനുള്ളിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ഉദ്യോഗസ്ഥരും ഈ ഉത്തരവിനെ അനുകൂലിക്കുന്നുണ്ടോ എന്നതും പ്രധാനമാണ്. ഈ സംഭവം കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ പ്രവണതയാണ് സൂചിപ്പിക്കുന്നത്. ഭരണകൂടങ്ങൾ തങ്ങളുടെ അധികാരം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും പൗരന്മാരുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുന്നു. ഈ സംഭവം കേരളത്തിലെ എല്ലാ ഭരണാധികാരികൾക്കും ഒരു പാഠമാണ്. ജനങ്ങളുടെ ബഹുമാനം നേടാൻ നിയമങ്ങളോ ഉത്തരവുകളോ അല്ല, മറിച്ച് ജനകീയമായ പ്രവർത്തനങ്ങളാണ് വേണ്ടത്.